ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. ഒരു ഹൈപ്പും ഒരു ലൈക്കും അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ആ ഒരു കല്യാണ മണ്ഡപം ഓർഡർ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഹേമാമ്മയുടെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും അതുപോലെ രേവതി ഒരു ബഡ്ജറ്റ് പറഞ്ഞപ്പം അതിന്റെ പകുതി ബഡ്ജറ്റിൽ ഹേമാമ്മയുടെ ചെയ്തു കൊടുക്കാമെന്ന് അവിടെ വന്ന ആൾക്കാരോട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കേട്ടതും നമ്മുടെ രേവതിക്കും എന്തോ പോലെ ആയിപ്പോയി. കാരണം ഹേമാ മേഡം എങ്ങനെയെങ്കിലും ആ ഒരു ഓർഡർ ഹേമാ മേഡത്തിന് കിട്ടണം, ഹേമയ്ക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് എന്താണെങ്കിലും രേവതി പറഞ്ഞ് എത്ര തുകയാണ് അതിന്റെ പകുതിക്ക് ചെയ്തു കൊടുക്കാന്ന്. അപ്പൊ അവര് സമ്മതിക്കുകയാണ്. എന്നാ പിന്നെ വന്ന ആൾക്കാർക്ക് അതാണല്ലോ ലാഭം. അതുകൊണ്ട് അവര് പറഞ്ഞു, അതുകൊണ്ട് ഹേമ മേഡം പറയുന്നത് പോലെ തന്നെ ഹേമ മേഡത്തിന് ഞങ്ങള് ഈ ഒരു കൊട്ടേഷൻ തരാം എന്ന് പറഞ്ഞു തീരുമാനിച്ചു. രേവതി പറഞ്ഞു, എനിക്കറിയത്തില്ല ഇത്രയും ബഡ്ജറ്റിന് എങ്ങനെയാണ് കല്യാണ മണ്ഡപം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും എനിക്ക് ഇത്രയും ആകും. ഇനിയിപ്പം നിങ്ങൾക്ക് അവരോടാണ് താല്പര്യം, അവരുണ്ടാക്കി തരുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യ്, ഓക്കെ എന്നാ പിന്നെ ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ ഹേമയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ രേവതിക്ക് അത് കൊടുക്കാതിരിക്കണം, എങ്ങനെയെങ്കിലും രേവതിക്ക് കൊടുക്കാതിരിക്കണം. അപ്പൊ അതാണ് ഹേമയുടെ ഉദ്ദേശം. അപ്പൊ ഹേമയുടെ ഉദ്ദേശം അവിടെ സാധിക്കുകയാണ്. ഈ സമയത്ത് ഹേമ പറഞ്ഞു, നിനക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, നീ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരയല്ലേ, നിനക്ക് 1000 രൂപയ്ക്ക് കിട്ടുന്ന പൂവുണ്ടല്ലോ, എനിക്ക് 500 രൂപയ്ക്ക് മാർക്കറ്റില് കിട്ടും. പാവം, ബിസിനസ്സിൽ ആദ്യമല്ലേ, അതുകൊണ്ടാ രേവതി നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് രേവതിനെ. അപ്പൊ രേവതി പറഞ്ഞു, ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യമൊന്നുമല്ല, വർഷങ്ങളായിട്ട് പൂക്കച്ചവടം നടത്തുന്നവളാ ഞാനും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ പറഞ്ഞ റേറ്റിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് രമണി എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞു, അവര് ചെയ്തു തരാന്ന് പറഞ്ഞല്ലോ. രേവതി ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് രേവതിനെ ഞങ്ങൾ വിളിച്ചത്, പക്ഷെ റേറ്റ് കൂടിപ്പോയി രേവതി, ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഈ ഹേമ മേഡം ഡെക്കറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും രേവതി പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല, ഏതായാലും എന്നെ കൊണ്ട് അത്രയും പൈസക്ക് പൂക്കളൊന്നും അവൈലബിൾ അല്ല, അപ്പൊ സാധിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ആർക്ക് ഓർഡർ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല ചേച്ചി, എന്തായാലും ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് എനിക്ക് മാറ്റമില്ല, ആ റേറ്റിന് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇവരുടെ റേറ്റ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കും അതിശയമായി പോയി. അവര് ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ചതിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം രേവതിക്ക് അറിയാം ആ റേറ്റിന് ഒരിക്കലും ഒരു കല്യാണ മണ്ഡപം ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. ഈ സമയത്ത് ആ രമണി എന്ന് പറയുന്ന പുള്ളിക്കാരി അങ്ങ് പോയിട്ടോ, ഹേമയ്ക്ക് ഓർഡർ കൊടുത്തിട്ട് രമണിയുടെ ഹസ്ബൻഡും ഒക്കെ പോയി മകളുടെ കല്യാണത്തിന്റെ കാര്യത്തിന് വന്നവര്. അപ്പോഴത്തേക്കും നമ്മുടെ ഹേമ മേഡത്തിന്റെ കൂടെയുള്ള ആ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, അയാൾ പറഞ്ഞു, അത് പിന്നെ ഹേമ മേഡം ഇത് വൻ നഷ്ടമല്ലേ നമുക്ക്, എന്തൊരു നഷ്ടമോ ഹേമ മേഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോ ആ ഓർഡർ എങ്ങനെയും കിട്ടണം, അതിനുവേണ്ടി എത്ര നഷ്ടം വരുത്തി വെക്കാനും ഞാൻ തയ്യാറാണ്, എനിക്ക് ആ ഓർഡർ കിട്ടിയേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ റേറ്റിന് ഞാൻ എഴുതി കൊടുത്തത് എന്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് തന്നെയാ. ഇനി ഈ ഓഡിറ്റോറിയത്തിന്റെ അടുത്തേക്ക് പോലും അവൾ വരാൻ പോകുന്നില്ല, അവള് ചമ്മി നാറിയാ പോയിരിക്കുന്നത്. അല്ല എന്നാലും ഹേമ മേഡം ഈ നഷ്ടം സഹിച്ച് ആർക്കു നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ അവരെ വിളിച്ചിട്ട് പറയും, മാർക്കറ്റിൽ പൂക്കൾ വരുന്നില്ല, വില കൂടി, ഡിമാൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 1.5 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കും. കല്യാണ തലേന്നായതുകൊണ്ട് അവർക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞ ക്യാഷ് എനിക്ക് തന്നിരിക്കും. ഓ എന്റെ മേഡത്തിന്റെ ഒരു ബുദ്ധിയെ എന്ന് കൂടെ നിന്നയാളും പറഞ്ഞു. ഏതായാലും ഭയങ്കര ബുദ്ധി തന്നെയാണ് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വളരെ നിരാശയോട് കൂടിയാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. കാരണം ഒത്തിരി പ്രതീക്ഷിച്ചാണല്ലോ ഒരു ഓർഡർ കിട്ടുമെന്നൊക്കെ ഓർത്ത് ഒത്തിരി പ്രതീക്ഷിച്ച് വന്നിട്ട് ഭയങ്കര നിരാശയോട് കൂടി ഇറങ്ങി പോവാം. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി വിളിച്ചു കേട്ടോ, കാര്യങ്ങൾ എന്തായിന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ലക്ഷ്മി വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോളെ ഓർഡർ കിട്ടിയോ, കൊട്ടേഷൻ എടുത്തോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അമ്മേ അത് കിട്ടിയില്ല അമ്മ, ഈ ഓർഡർ നമുക്ക് വിധിച്ചിട്ടില്ല, നമുക്കുള്ളതല്ല, അത് ചെറിയൊരു പ്രശ്നം വന്നത് മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോ, അയ്യോ കഷ്ടമായി പോയല്ലോ. എന്ത് കഷ്ടം? ഒരു കഷ്ടവും ഇല്ല, നമുക്ക് വിധിച്ച ഓർഡർ ആണെങ്കിൽ നമുക്ക് കിട്ടും, സാരമില്ല, അമ്മ വിഷമിക്കണ്ട, എനിക്ക് വിഷമമൊന്നുമില്ല. മോക്ക് വിഷമം ഇല്ലെന്ന് പറയരുത്, മോക്ക് വിഷമമായില്ല, മോൾ ഒത്തിരി പ്രതീക്ഷിച്ചല്ലേ ഇവിടുന്ന് പോയത്, അതൊന്നും സാരമില്ല, ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഇവിടുന്ന് പോയത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു സമയത്ത് അവിടെ ഒരു ചേച്ചി വരികയാണ്. ചേച്ചി വന്നിട്ട് നമ്മുടെ രേവതിയോട് പറയാണ്, അത് പിന്നെ മോളെ മോക്ക് കിട്ടേണ്ട ഓർഡർ ഹേമാമയുടെ തട്ടിയെടുത്തല്ലേ, ഇതാ പ്രശ്നം, അവരെ എന്തിനു പോകുന്ന സ്ത്രീയാ, അവരുടെ കളത്തിൽ കയറി കളിച്ചാലേ അവര് പിന്നെ ശത്രുവാ, ഇനിയിപ്പോ മോള് സൂക്ഷിക്കണം കേട്ടോ എന്ന് ആ സ്ത്രീ പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പൊ രേവതിക്കും മനസ്സിലായി എന്തോ അപശപശ കണ്ട് ആ പുള്ളിക്കാരി ചില്ലറക്കാരി അല്ലെന്ന്. ഇതേ സമയത്തുണ്ടല്ലോ
നമ്മുടെ ചന്ദ്രനെയും രവീന്ദ്രനെയും കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര കുറെ സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്ത് പറ്റി നീ സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നത്, നിനക്ക് എന്താ പറ്റി, ഇതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ പോവാണോ? പിന്നെ ആർക്കെങ്കിലും കൊടുക്കും, നിങ്ങൾ ഒരു സാരി പോലും മേടിച്ചു തരത്തില്ല, പിന്നെയല്ലേ ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത്. അല്ല, നീ കുറെ നേരം ആയല്ലോ ഒരു സാരി എടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നതോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് പിന്നെ നമ്മള് 2 ദിവസം ബംഗ്ലാവില് താമസിക്കാൻ പോവല്ലേ, ഏത് സാരി ഉടുക്കണമെന്ന് ഞാൻ ആലോചിക്കുക രവിയേട്ടാ, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നേ. എന്റെ പൊന്നു ചന്ദ്രൻ, നീ തന്നെയല്ലേ എല്ലാം ഇഷ്ടപ്പെട്ട് മേടിച്ചത്, പിന്നെ എന്താ ഇത്ര കൺഫ്യൂഷന്? ഒരു 3-4 സാരി എടുത്തങ്ങ് പാക്ക് ചെയ്യ്. അത് ഇനിയിപ്പോ എന്താ ഇത്ര താമസം? അത് പിന്നെ ഏത് സാരിയാ രവിയേട്ടാ ഞാൻ എടുക്കേണ്ടത്? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. വളയം പിടിക്കാനല്ല, നിങ്ങൾ വേറെ എന്തിനു കൊള്ളാം? നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ, അല്ല എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങളോട് ചോദിച്ചേ. അത് പിന്നെ നിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നീ ചെയ്യ്, ഞാൻ സെലക്ട് ചെയ്താൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടിട്ട് പോയാ പോരെ, നമ്മൾ കല്യാണത്തിന് ഫംഗ്ഷന് വന്നല്ലോ പോകുന്നത്. ഓ, എന്റെ മോൻ മേടിക്കുന്ന 3 കോടിയുടെ ബംഗ്ലാവിലാ ഞാൻ താമസിക്കാൻ പോകുന്നത്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഏതെങ്കിലും ഒക്കെ കൊടുക്കാം, എനിക്കത് പറ്റത്തില്ല. അവിടെ താമസിക്കുമ്പോ അതിൻ്റെതായ അന്തസ് വേണം, ഗമ വേണം, പത്രാസ് വേണം. നാളെയല്ലേ പോകുന്നത്, അതിന് ഇപ്പോഴേ എടുത്തു വെക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോഴേ എടുത്തു വെച്ചാലേ നാളെ രാവിലെ എണീറ്റ ഉടനെ അങ്ങ് പോകാലോ, അതുകൊണ്ടാ ഞാൻ ഇപ്പോഴേ എടുത്തു വെക്കുന്നത്. ശ്രുതി, മോളെ ശ്രുതി. അല്ല എന്റെ പൊന്ന് ചന്ദ്ര, അവർക്ക് വേറെ ജോലി കാണും, നീ എന്തിനാ അവരെ വെറുതെ ശല്യം ചെയ്യുന്നത്? അത് പിന്നെ രവിയേട്ട, എന്റെ കാര്യത്തില് ശ്രുതിക്ക് അത്രയ്ക്ക് ശുഷ്കാന്തിയാ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഭയങ്കര ശുഷ്കാന്തി. നമ്മുടെ രവീന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ പറയണം. അപ്പൊ ശ്രുതി വന്നപ്പോഴത്തേക്ക് എന്താ അമ്മ എന്നെ അനിയ എന്നെ വിളിച്ചത്, വാ മോളെ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ വിളിച്ചു. അപ്പൊ ശ്രുതി ചോദിച്ചു, ഇതെന്താ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്ന ഇത്രയും സാരി? അത് പിന്നെ നാളെ ഏത് സാരി ഉടുക്കണം, അവിടെ 2 ദിവസത്തേക്ക് ഏത് സാരി ഉടുക്കണം, ഇതിനൊക്കെ എനിക്ക് കൺഫ്യൂഷനാ. അത് പിന്നെ ഇതെല്ലാം ആന്റിയുടെ ഫേവറേറ്റ് കളേഴ്സ് അല്ലേ, ഇതെല്ലാം നല്ല സാരികളാ, ആന്റിക്ക് നന്നായിട്ട് ഇതെല്ലാം ചേരും. അങ്ങോട്ടേക്ക് പോകുമ്പോ ആന്റി ഇതേ ഈ പച്ച സാരി ഉടുത്തോ, അത് സൂപ്പറാ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടേലേ ബംഗ്ലാവിലെ ഒരു വലിയ പണക്കാരി കൊച്ചമ്മയുടെ ലുക്ക് ഉണ്ടാകും അല്ലേ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിങ്ങൾ മിണ്ടാതിരുന്നേ, നിങ്ങൾ കൂടുതൽ ചോദിക്കും പറയുമെന്ന് വേണ്ട, നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് പറയാൻ മനസ്സില്ല എന്നല്ലേ? ഈ ഒരു സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ ശ്രുതി, നീ ശ്രുതിയുടെ ഡ്രസ്സ് പാക്ക് ചെയ്തോ. ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, ഭാര്യ സെലക്ട് ചെയ്യണം ഭർത്താക്കന്മാരുടെ എന്നാ. അപ്പം ആ ഒരു ട്രെൻഡ് പിടിച്ചോ, അതുകൊണ്ട് പരിഭവം പരാതി ഒന്നും വേണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ശ്രുതി, നീ നിന്റെ ഭർത്താവിന്റെ ഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക്, നിങ്ങളുടെ ഒരു ട്രെൻഡ്, നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ടേ ശ്രുതിക്ക് ശ്രുതിയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട്? നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. അല്ല മോളെ, ഇത് നല്ലതാണോ? പിന്നെ ഇത് സൂപ്പറാ ആന്റി, അടിപൊളി സാരി. പിന്നെ ആന്റി ഏത് സാരി കൊടുത്താലും ഭയങ്കര ഭംഗിയല്ലേ ആന്റി, അത്രയ്ക്ക് സുന്ദരിയല്ലേ, പിന്നെ ഏത് സാരി വേണം എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല, അത്രയ്ക്ക് രസം ആന്റി സാരി എടുക്കുന്ന കാണാന്. ശ്രുതി, നീ പറഞ്ഞതൊക്കെ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ എന്റെ കെട്ടിയോൻ ഇരിക്കുന്നത് കണ്ടോ? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്ര, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്നു ചന്ദ്ര, മനുഷ്യനെ മെനക്കെടുത്താതെ പോയി കിടന്ന് ഉറങ്ങാറ്റെന്ന് അവൾ ഉദ്ദേശിച്ചത്. അല്ലേ, അങ്ങനെയല്ലേ മോളെ? അയ്യോ, എന്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ല അങ്കിളെ, ആദ്യം ശരിക്കും സുന്ദരി തന്നെയാ. അതെ മോളെ, രവിയേട്ടൻ അസൂയ കൊണ്ട് പറയുന്നതാ. എന്നാ പിന്നെ ശരി, ഞാൻ പോയി കിടക്കട്ടെ, ഗുഡ് നൈറ്റ്. മോള് പോയി കിടന്ന് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ചന്ദ്ര വിടുവാണ് കേട്ടോ. എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ശ്രുതി പോയിട്ട് വാതയ്ക്ക് ചെന്നിട്ട് ഒരു സുന്ദരിക്കാതെ വന്നിരിക്കുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് പോയിട്ടോ. ഈ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണെ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചാൽ, നീ ചിരിച്ചോണ്ടിരിക്കുന്നത്, അല്ല നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുന്നത്? അല്ല, അവളോട് രക്ഷപ്പെട്ടല്ലോ, ഞാൻ ഇവിടെ തളഞ്ഞു കിടക്കുകയല്ലേ, എന്നെ തളച്ചിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാ ഞാൻ ചിരിച്ചത്. അവക്ക് രക്ഷപ്പെടാൻ പറ്റുകൂടി, എനിക്ക് പക്ഷെ അതിന് പറ്റത്തില്ലല്ലോ, തളയ്ക്കപ്പെട്ടവനായി പോയില്ലേ എന്ന്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കും നമ്മുടെ രേവതി ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. പൂ ഓർക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അല്ല വർഷയും അടുത്തുണ്ട്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്നിട്ട്, ഏടത്തി എന്തിനാ ഇപ്പൊ ഇരുന്ന് പൂ ഓർക്കുന്നത്? അത് പിന്നെ രാവിലെ ഒരു ഓർഡർ ഉണ്ട്. അല്ല, അപ്പൊ ഏടത്തി സുധിയേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ? പോകുന്നുണ്ട്. അവിടെ പോകുന്നത് കൊണ്ട് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവര് വീട് മേടിക്കുന്നു എന്ന് വെച്ച് നമ്മുടെ വയറ്റിപ്പഴുപ്പിനുള്ളത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞ, അത് കറക്റ്റാ, ഏടത്തി പറഞ്ഞ കറക്റ്റാ. അത് പിന്നെ ഓർഡർ കിട്ടുമ്പം അത് എടുത്തില്ലെങ്കിൽ അവര് വേറെ ആർക്കെങ്കിലും ഓർഡർ കൊടുക്കും, പിന്നെ ഒരിക്കലും എനിക്ക് തരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പൂ കിട്ടുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതിയും വന്നു, ചന്ദ്രയും വന്നു. അങ്ങനെ ചന്ദ്ര ചോദിക്കും, എന്താണ് ഇപ്പൊ ഇരുന്ന് പൂ കിട്ടുന്നത്? നാളെ രാവിലെ പോണെന്ന് പറഞ്ഞല്ലേ, നീ എന്തിനാ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്? അത് പിന്നെ പെട്ടെന്നൊരു ഓർഡർ വന്നതാ അമ്മേ. നാളെ പോണ്ടേ, നീ എന്തിനാ ഓർഡർ എടുത്തത്? അത് പിന്നെ ക്യാഷ് കിട്ടുന്ന കാര്യമല്ലേ. ക്യാഷ് ലക്ഷങ്ങളാണല്ലോ കിട്ടാൻ പോകുന്നത്, ഒന്ന് പോടി എണീറ്റ് ചുമ്മാ ഇരുന്ന് അഭ്യാസം വേഷം കിട്ടുമായിട്ട് അവളെ ഇറങ്ങിയേക്കുക. ഒരു
ദിവസം പോലും ഇവക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല അല്ലേ? നാളെ നല്ല സമയത്ത് ആ വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ. നാളെ എന്റെ സുതിമോന് ആ കാല് എടുത്ത് വീട്ടിൽ വെക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. അല്ല, സുധിയേട്ടന് തനിയെ കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല, അമ്മ എല്ലാവരും കൂടെ എടുത്ത് വെപ്പിക്കണമെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോഴത്തേക്കും വർഷം അവിടെ നിന്ന് ചിരിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ, നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടാകണം, 2 ദിവസം അവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? ഒരു പുച്ഛം പോലെ. അപ്പൊ വർഷ പറഞ്ഞു, സുധിയേട്ടൻ വീടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ജോലി ചെയ്യണ്ടേ? രേവതി ചേച്ചിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ രേവതി പറഞ്ഞു, രാവിലെ മാല കൊണ്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നേക്കാം. ഓ, എന്തെങ്കിലുമൊക്കെ ചെയ്യേ ശ്രുതി മോളെ ബാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വർഷ ചോദിച്ചു രേവതിയോട്, നിങ്ങൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സല്ലേ എടുക്കുന്നത്? ഞാനേ 1 ദിവസം നിന്നിട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നത്. അതെന്താ പോലെ രേവതി അങ്ങനെ? നീ മാത്രം 1 ദിവസം അവിടെ നിന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? 2 ദിവസം നമുക്ക് അവിടെ നിന്നിട്ട് വരാം. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചോ, ചേട്ടത്തി പറഞ്ഞു കേട്ടല്ലോ. ആയിക്കോട്ടെ രേവതി ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ 2 ദിവസം നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടെ അകത്തേക്ക് കയറി പോയിട്ടോ. ഈ ഒരു സമയത്ത് രേവതി ഒരു ഫോണൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ രേവതി എടുത്തു വന്നിരുന്നു. അങ്ങനെ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ, ഞാന് ഒരു ഓഡിറ്റോറിയത്തില് ഡെക്കറേഷൻ ചെയ്തല്ലോ, അവിടെ സ്ഥിരമായിട്ട് എടുക്കുന്നത് ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാ. അവര് എന്നോട് സംസാരിക്കുന്നത് എന്തോ ഒരു വല്ലാത്ത രീതിയിലാണ്, ഞാൻ എന്തോ തട്ടിയെടുത്ത പോലെ. അതൊക്കെ ഉണ്ടാകും രേവതി. സ്ഥിരമായിട്ട് എന്റെ കാറിൽ കയറുന്ന ഒരാള് വേറൊരു കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടാകും. അതുപോലെയൊക്കെ തന്നെ ഉള്ളു ഇത്. അല്ല, ഞാൻ അവരുടെ ഓർഡർ തട്ടിയെടുത്തു ഒന്നും അല്ല സച്ചേട്ടാ. ഞാൻ ചെയ്യുന്ന ഡെമോ കണ്ടിട്ട് അവർക്കത് ഇഷ്ടമായിട്ട് എനിക്ക് ഇങ്ങോട്ട് ഓർഡർ തന്നല്ലേ. രേവതി, എല്ലാ തൊഴിൽ രംഗത്തും മത്സരം ഉണ്ടാവും, ഈ രംഗത്തും ഉണ്ടാകും. ഇതിപ്പോ നീ തുടങ്ങിയതല്ലേ ഉള്ളൂ. നീ എത്ര കാണാൻ കിടക്കുന്നു, എത്ര കേൾക്കാൻ കിടക്കുന്നു, അതൊന്നും മൈൻഡ് ചെയ്യുകയേ വേണ്ട. അതൊക്കെ ധാരണം ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ടോ. ഇനി അവര് കുറുകെ വരാതിരുന്നാ മതിയായിരുന്നു. എനിക്ക് നല്ല ദേഷ്യ സച്ചേട്ട വന്നത്. ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് മോള് പെട്ടെന്ന് മാല കെട്ടാൻ നോക്കാം, എന്നിട്ടേ പോയി കിടന്നുറങ്ങ്. നാളെ സുജി മേടിച്ച് വീട്ടിൽ പോകണ്ടേ? അപ്പൊ പിന്നെ മാല മര്യാദയ്ക്ക് കെട്ടിക്ക്. മാല കെട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ സച്ചേട്ടാ, ഇപ്പൊ തീരുന്നു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരം പരപരാ വെളുത്തു. പിന്നെ കാണിക്കുന്ന വീട് ആ ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ആദ്യം പോകുന്നത് ശ്രുതിയും ചന്ദ്രയും രവീന്ദ്രനും വർഷയും ശ്രീകാന്തുമാണ്. അവിടെ ചെന്ന് ഇറങ്ങിയത് എന്റെ പൊന്നു, ചന്ദ്രയുടെ കണ്ണം കൊണ്ട് തള്ളിപ്പോയിട്ടോ. എന്റെ പൊന്നി, എന്റെ മോൻ മേടിച്ച ബംഗ്ലാവ്, ഇത് എന്തുവാ മോനെ ബംഗ്ലാവ്? ഇതാണോ ബംഗ്ലാവ്? ഇതിപ്പോ 2 ബംഗ്ലാവിന്റെ ഇട്ടുപ്പുണ്ടല്ലോ മോനെ, ചക്കരയും ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മയൊക്കെ കൊടുക്കുന്നു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തും ഉണ്ട്, വർഷയും ഉണ്ട് കേട്ടോ. അപ്പൊ വർഷ പറഞ്ഞു, ഇതിനേക്കാളും വലിയ വീട് ആന്റിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ആന്റിക്ക് വട്ടാണെന്നാ തോന്നുന്നു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ എന്റെ പൊന്നു ചന്ദ്രൻ, നീ ഒന്ന് അടങ്ങ്, നമ്മുടെ വീട് ആയിട്ടില്ലല്ലോ. അത് പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ വീട്ടാ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മുടെ സുധിയുടെ ഫ്രണ്ട് അകത്തുനിന്ന് വരികയാണ്. ബ്രോ, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? കയറി വന്നു പറയുമ്പോ സുധി ചോദിച്ചല്ല, നിങ്ങൾ നേരത്തെ ഇവിടെ വന്നോ? ഞാൻ നേരത്തെ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഓണറും ഭാര്യയും കൂടെ വന്നു. അങ്ങനെ ഓണറും ഭാര്യനെയും ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് കുടുംബക്കാരൻ മുഴുവനും നമ്മുടെ സുധിയെ. അപ്പൊ ശ്രീകാന്തിനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ ചോദിച്ചു, അതായത് ഓണർ ചോദിച്ചാൽ 2 ബ്രദേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, കണ്ടില്ലല്ലോ. അത് പിന്നെ അവര് പുറകെ വന്നോളും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്നാ നിങ്ങൾ കയറി വാ, ബാക്കി വിശേഷങ്ങളൊക്കെ അകത്തിട്ട് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കൂടെ നമ്മുടെ സുധീനെയും ഒക്കെ കയറ്റി അകത്തിരുത്തുകയാണ്. എല്ലാവരെയും കയറ്റി അകത്തിരുത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയോ, എന്തൊരു വലുപ്പം, ഇത് കൊട്ടാരമുള്ള കൊട്ടാരം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടി ഇത് മുഴുവനും കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് പറയാൻ പറ്റും? അത് പിന്നെ മുഴുവനും കണ്ടില്ലെങ്കിലും പറയാനൊക്കെ പറ്റും. മോനെ സുധി, നീ ഇന്ന് മുതൽ ഇവിടുത്തെ രാജാവാണ് കേട്ടോ. മോളെ, നീ ഇവിടുത്തെ രാജ്ഞിയുമാണേ. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് രവീന്ദ്രനൊക്കെ നാണക്കേട് തോന്നുകയാണ് ഈ ഒരു എന്താ പറയാ നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു ഇളക്കമൊക്കെ കണ്ടിട്ട്. അങ്ങനെ വർഷയ്ക്കാണെങ്കിൽ ചിരിയാട്ടോ വരുന്നത്. അപ്പം വർഷ പറയുന്നുണ്ട്, എന്നാ പിന്നെ ശ്രീകാന്ത് നീ മന്ത്രി ആയിക്കോ, അപ്പം സേനാപതികളൊക്കെ കാണൂല്ലോ. ഏതായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കുക. അങ്ങനെ നമ്മുടെ അവിടുത്തെ ഓണർ പറഞ്ഞു, അല്ല സുധി, നിങ്ങള് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര ഉയർന്ന നിലയിൽ എങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ അമ്മേനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ അമ്മ കാരണമാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ അമ്മ നിങ്ങളെ അത്രയ്ക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണ്, എന്തൊരു ഐശ്വര്യമുള്ള സ്ത്രീയാ. മുഖത്ത് ലക്ഷ്മി ദേവി വിളയാടുകയല്ലേ. ഇത് കേട്ടത് എന്റെ പൊന്നോ, ചന്ദ്ര നിലത്ത് നിൽക്കുവോ? ചന്ദ്ര അയ്യോ. അപ്പം ഓണർ പറഞ്ഞു, പിന്നെ എങ്ങനെ മകൻ ഈ നിലയിൽ എത്താനിരിക്കും? ലക്ഷ്മി ദേവി അല്ലേ കൂടെ ഉള്ളത്, പിന്നെ
എത്തിയില്ലെങ്കിലും ഉള്ളൂ അതിശയം. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, അതേ സാറേ, ആന്റിയുടെ സ്വഭാവവും അങ്ങനെ തന്നെയാ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, അത് കറക്റ്റാ മോളെ വർഷ നീ പറഞ്ഞത്, അതേ സ്വഭാവം തന്നെ, ലക്ഷ്മി ദേവിയുടെ സ്വഭാവം. അപ്പോഴത്തേക്കും ഓണറിന്റെ ഭാര്യ പറഞ്ഞു, അത് പിന്നെ നമ്മൾ സമയം നോക്കിയതല്ലേ, അത് പിന്നെ ഇപ്പം നേരം എത്രയായി, നല്ല നേരം കഴിയും, ആ താക്കോലങ്ങ് കൊടുക്ക്. അപ്പോഴത്തേക്ക് ഓണർ പറഞ്ഞു, അതെ സുധി, ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും തയ്യാറാക്കിയിട്ടുണ്ട്, താൻ അത് സൈൻ ചെയ്താൽ മാത്രം മതി. അതിനിപ്പോ എന്താ, നമുക്ക് സമയം വൈകാതെ ആ ചടങ്ങ് നടത്താം. അപ്പോഴത്തേക്കും അവിടുത്തെ ഓണർ ആ ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് അതിൽ ഒപ്പിട്ടിട്ട് അതെല്ലാം സെറ്റ് ആക്കണമല്ലോ. അതായത് അഡ്വാൻസ് ഇനിയും കൊടുക്കാനുണ്ട്, കുറച്ച് അഡ്വാൻസ് അല്ല, കുറച്ച് ബാലൻസും കൂടെ എന്തോ 30 lakhs കൊടുക്കാനുണ്ടല്ലോ. അപ്പം അത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പില് ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മുടെ ശ്രുതി വായിച്ചൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് കയ്യിലുണ്ടായിരുന്ന പെട്ടിക്കകത്ത് 30 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിങ്ങ് കൊടുക്കാണ് കേട്ടോ അവർക്ക്. എന്റെ ദൈവമേ, വലിയൊരു ചതിയിലാണ് ശ്രുതി ചെന്ന് വീഴുന്നത്. അതറിയില്ല. ചന്ദ്രയ്ക്ക് പൈസയൊക്കെ കൊടുത്ത കീയൊക്കെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും വല്ലാത്ത സന്തോഷമേ. അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നമ്മുടെ ചന്ദ്രൻ, എന്റെ ഭഗവാനെ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ 3 കോടി രൂപയുടെ വീട്, ബംഗ്ലാവ്, അയ്യോ പറയാനുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. സച്ചിൻ രേവതി ഇതുവരെ എത്തിയിട്ടില്ല. ചിലപ്പോ അവരെത്തുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ട് സത്യം ചിലപ്പം പുറത്ത് കൊണ്ടുവന്നതിന്. പക്ഷെ സച്ചിൻ രേവതി ആ സ്പോട്ടിൽ എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ അലീനയുടെ കഥ എത്തിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമ്മളിത് ഫുൾ സ്റ്റോറി ഇട്ടിട്ടില്ല. പിന്നെ നയനയുടെയും ആദർശിന്റെയും കഥ ഇതിന്റെ പുറകെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഹൈപ്പും ലൈക്കും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഓരോ ഹൈപ്പും ഓരോ ലൈക്കും ഒക്കെയാണ് നമ്മുടെ വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കാണുന്നതനുസരിച്ചും അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചും പിന്നെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ്സ് ഒക്കെ ഇടാം കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടട്ടെ, നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.